വാ നമ്മള് പോവാ. ചെക്കനെ ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഇപ്പം ഞങ്ങൾ മുക്കത്താണുള്ളത്. നമ്മുടെ ഓഫീസിന് താഴെ ഹസ്സിന് കുറച്ച് വർക്ക് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടുന്ന് ലുലു ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായല്ലോ, നമ്മൾ പോയിട്ടില്ല. തിരക്കൊന്ന് കുറയട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. തെറ്റ് നീ കളിച്ചോട്ടോ. പൊടിച്ചു കാട പിടിച്ച പിടിച്ചു കേട്ടോ. നല്ല വെയിലുണ്ട്. അന്ന് തുറക്കാൻ പറ്റാത്ത മാതിരി വെയിലാണ്. മീനുണ്ടായിരുന്നു, റൈസോ പോയി, ഒക്കെ പോയി. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 10-20 മിനിറ്റെങ്കിലും ഓഫീസിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. ആളുടെ വർക്ക് കഴിഞ്ഞതും ഞങ്ങൾ നേരെ പുറപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു സമയത്ത് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, വണ്ടിയിൽ പാട്ടിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ വരും, അതുകൊണ്ടിട്ട് പിന്നീടാണ് ഞാനത് ഓർത്തത്. അപ്പോൾ അവിടെ മ്യൂട്ട് ചെയ്തു വോയിസ് ഓവർ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ പുറപ്പെട്ടിട്ടുണ്ട്. വീട്ടിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും നമ്മൾ പോയപ്പോഴത്തേക്ക് ഒരു ഉച്ച ഒരു 12 മണി ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ട്. പിന്നെ എന്ന് പറയുമ്പം വിശപ്പ് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഒരു താൽക്കാലിക വിശപ്പ് അടക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു റോഡ് സൈഡ് ചെറിയൊരു കടയുടെ അവിടെ നിർത്തി ചെറിയൊരു ജ്യൂസും റൈസുട്ടനും റൈനുവിനും കൂടെ ഒരു ഫ്രൂട്ടൊക്കെ മേടിച്ചു കൊടുത്തിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഒരു സൈഡാക്കി ഇങ്ങനെ ഇരിക്കുവാണ്. അങ്ങനെ നമ്മൾ ലുലുവിൻ്റെ എൻട്രൻസിൽ എത്തി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വണ്ടി പാർക്ക് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കുണ്ട്, അത്രയും ആളുകളുണ്ട്. പിന്നെ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടല്ലേ ഉള്ളൂ, അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. പിന്നെ അതൊക്കെ നോർമൽ ആവുമായിരിക്കും, അങ്ങനെ പ്രതീക്ഷിക്കാം നമുക്ക്. പിന്നെന്താണ്, അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത്. റഫീഖ ഒരു പ്രാവശ്യം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ്. എല്ലാവരും പറഞ്ഞു കേട്ടായിരുന്നു കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ ഭയങ്കര റിസ്ക് ആണ് എന്നൊക്കെ ഉള്ളത്, അത്രയും തിരക്കാണ്, അതുകൊണ്ടിട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ പോകുമ്പം അതിൻ്റെ എൻട്രൻസിൽ അവിടെ ചെക്കിംഗ് ഉണ്ട്. അവിടെ തന്നെ ഒരു സെക്യൂരിറ്റി നമുക്ക് വേണ്ടിയിട്ട് കുട്ടികളുടെ ദേഹത്ത് ഒട്ടിക്കാനൊരു സ്റ്റിക്കർ തരും. അതിൽ നമ്പറൊക്കെ വെച്ച് എഴുതിയിട്ട് വേണം നമ്മൾ കയറാൻ വേണ്ടിയിട്ട്.
ഹൈപ്പർ മാർക്കറ്റിൽ ബില്ല് ചെയ്യുന്നിടത്ത തിരക്കാട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. ഞങ്ങൾ ഫുഡ് മേടിച്ചതിന് ശേഷം 1:30 മണി നമുക്ക് സെൽഫായിട്ട് പേയ്മെൻറ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. പക്ഷെ ആ സമയത്ത് വർക്കിംഗ് ആവാത്തത് കൊണ്ടിട്ട് അല്ലാണ്ട് പേയ്മെൻറ്റ് ചെയ്തു. അപ്പോൾ ഒരു 1:30ക്ക് ക്യൂ നിൽക്കാൻ തുടങ്ങിയിട്ട് 2:30ക്കാണ് ഞാൻ ഫുഡ് മേടിക്കുന്നത് കേട്ടോ. അത്രയും ടൈം എടുത്തു. ഇവിടെ ഒരു മിസ്സിങ് ആയിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ മാക്സിമം ട്രെൻഡും എൻ്റെ കണ്ണിൽ പെട്ടിട്ടില്ല. ഇനി ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ, ഇല്ലെന്നാണ് തോന്നുന്നത്. പിന്നെ പക്ഷേ ലുലുവിൻ്റെ തന്നെ വേറെ കുറേ ബ്രാൻഡ്സൊക്കെ കുറച്ച് ഓഫേഴ്സിലും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. പിന്നെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ, നിരത്തി കളക്ഷൻ ഉണ്ട്. കുട്ടികളുടെ സെക്ഷനിലൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. റെയിനൊക്കെ എന്ന് പറയുകയാണെങ്കിൽ കണ്ണ് തള്ളി നോക്കിക്കൊണ്ടിരിക്കും. ഓക്കൊക്കെ ഇഷ്ടപ്പെട്ട ടൈപ്പ് ഒരുപാടുണ്ട്. നമ്മൾ എടുത്തിട്ടില്ല, ജസ്റ്റ് നോക്കിയിട്ടേ ഉള്ളൂ. എല്ലായിടത്തും ഒന്ന് കറങ്ങി. ഇത് കണ്ടില്ലേ, അവൾക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് എടുത്തു തരുമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തരം വേണ്ടുന്ന സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ, ഇല്ലാത്തതായിട്ടൊന്നുമില്ല. എല്ലായിടത്തും ഭയങ്കര തിരക്കാണ്, മുട്ടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചിലയിടത്ത് മാത്രം ഇച്ചിരി ഒരു ശ്വാസം വിടാനുള്ള ഒരു ഒഴിവുണ്ട്, അത്രയേ ഉള്ളൂ. അങ്ങനെ ലുലു കാണുന്ന പൂതിയൊക്കെ കഴിഞ്ഞ് ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ലുലുവിന് ഇറങ്ങിയതിന് ശേഷം പിന്നെ ബീച്ചിലോട്ട് പോകാമെന്ന് പിന്നീട് തീരുമാനിച്ചു. പക്ഷേ അതുവഴി പാസ് ചെയ്തു എന്നല്ലാണ്ട് നമുക്ക് പാർക്ക് ചെയ്യാനൊരു സൗകര്യം കിട്ടിയില്ല. അതുകൊണ്ടിട്ട് പെട്ടെന്ന് പ്ലാനൊന്ന് മാറ്റി പിടിച്ച് നേരെ കുറ്റിച്ചിറയിലോട്ട് പോവാണ് കേട്ടോ ചെയ്തത്. ഇവിടെ നല്ല തിരക്കുണ്ടോ? എന്താണ് ദിനോസർ നോക്കടി, അങ്ങോട്ട് നോക്കൂ, അതിലേക്ക് നോക്കൂ, കണ്ടോ? യോ ദിനോസർ നാട്ടിലിറങ്ങിയാവോ? മാനാഞ്ചിറ എത്തിയിട്ടുണ്ട്. അവരിറങ്ങി കഴിച്ച് ഉറങ്ങുകയാണ്.
എനിക്ക് ഭയങ്കര ഛർദ്ദിക്കാൻ വരിക, തല കറങ്ങുക, അങ്ങനെ എന്തൊക്കെയൊക്കെ ഒരു ബുദ്ധിമുട്ട്. അപ്പം ഞാൻ അറിഞ്ഞില്ല ഛർദ്ദിക്കാൻ വരുന്നേ. എന്നിട്ട് ഞാനിങ്ങനെ ഛർദ്ദിക്കാൻ വരുന്നു എന്ന് പറയുമ്പോൾ ആൻറ്റി ഇങ്ങനെ കളിയാക്കും, ഛർദ്ദിക്കാൻ പറ്റുന്നേന്ന് പറഞ്ഞിട്ട്. അത് ഓർമ്മയായിരുന്നു. ആൻറ്റീനെ മിസ് ചെയ്യുന്നുണ്ട്. ആൻറ്റി ഇത് കാണുമായിരിക്കും. ആൻറ്റീനെ മിസ് ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തിരുവനന്തപുരത്ത് എത്താൻ തോന്നുന്നു. അവർ വരുമായിരിക്കും. ആൻറ്റി പുതിയ വണ്ടി എടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വരും എന്നാണ് പറഞ്ഞത്. അടുത്ത് തന്നെ വരട്ടെ. ഹായ് ശരിയനടെ പ്രൈസ് എണീച്ചു. അപ്പം ഞാനൊന്ന് ഇറങ്ങി. കുഞ്ഞു മീനുണ്ട്. ഏതാ കുഞ്ഞു മീൻ? ഏതാ റൈസോ? റൈന അങ്ങോട്ടൊക്കെ കുറ്റിച്ചിറ. കുറ്റിച്ചിറേ മാനാഞ്ചിറ എങ്ങനെ എന്താ പറഞ്ഞേ? അറിയില്ലല്ലോ. അതാ അതാ റൈസ് മീന്, റൈസ് മീന്. അതാ അതാ കുറേ ഉണ്ടല്ലോ കുഞ്ഞു കുഞ്ഞു കുട്ടികള്. അനു ചക്കരേ അരന്നാണോ താറാവാണോ? വാത്തേ വാത്ത വാത്ത. ഇതിനെന്തൊക്കെ ചരിത്രം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയതാട്ടോ. എന്നിട്ട് എന്താന്ന് ചോദിച്ചിട്ട് അറിയില്ല. ചോദിച്ചാ പറയില്ല. എന്താ ഉറങ്ങി കിടക്കണ സംഗതി? ഗൂഗിൾ മാമിനോട് പറഞ്ഞാൽ മതിയല്ലോ അല്ലേ? കുറ്റിച്ചിറ ബിരിയാണിയൊക്കെ ഭയങ്കര ഫേമസ് ആണ്. കോഴിക്കോടൻ ഹലുവ, കുറ്റിച്ചിറ ബിരിയാണി കോഴിക്കോട്. നിക്കടാ നിക്കടാ. പോവാ ഏത് പോവാ പോവാ ടാറ്റാ. പോവാ
ഗൈസ് അങ്ങോട്ട് നോക്ക്. സൂര്യനെടെ ഇതിലില്ല. അതാ അവിടെ സൂര്യൻ ആകാശത്ത്. ഇവിടെ കട്ടറിൽ ചാടി സൂര്യൻ. ഇപ്പം ഞാനൊന്ന് ഷവായിട്ടോ അതൊക്കെ ഒന്ന് മാറി കുറച്ച് നേരത്തെ പുറത്തിറങ്ങാൻ നല്ലൊരു എന്താ പറയാ ബെറ്റർ ആയിട്ടുണ്ട്. അങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ ബോബോ അവിടെ അതാ ബോബു കണ്ട ബോബുവിനെ കണ്ട ബോബു ശരിക്കും ബോബു അതാ കണ്ടോ അതാ കുറെ നേരമായിട്ട് കറങ്ങാൻ തുടങ്ങിയത്. വണ്ടി നിർത്തി ഒരു ഇഞ്ച് സ്ഥലം പോലും ഇല്ല. രണ്ടാമത്തെ പ്രാവശ്യം ഇതിനെ ചുറ്റി നടക്കണം. നല്ല നടക്കുന്നുണ്ടോ. അങ്ങനെ കുറച്ച് സമയം ബീച്ച് സൈഡിൻ്റെ അടുത്ത് വീണ്ടും വന്നതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കറങ്ങി കളിക്കുക തന്നെയാണ്. കാരണം പാർക്കിംഗ് അപ്പോഴും ഉണ്ടായിരുന്നില്ല. നല്ല തിരക്കുണ്ട്, ആളുകൾ ഒരുപാടുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ സൈഡിൽ നിന്ന് ബീച്ചിലെ ആ ഒരു ദൂരെ നിന്നുള്ളൊരു വ്യൂ ഒക്കെ ഇങ്ങനെ നോക്കി കണ്ടിരിക്കുക നല്ല ഭംഗിയുണ്ടായിരുന്നു. നേരെ നോക്കിക്കേ ആ ഒരു പ്രത്യേക ഷേപ്പും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്. ആ മേഘങ്ങളും സൂര്യൻ്റെ ആ ഒരു ലൈറ്റും ഒക്കെ കൂടെ ചേർന്നിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു വ്യൂ കണ്ടപ്പോൾ തന്നെ ശരിക്കും ഇറങ്ങാൻ തോന്നിയില്ല എനിക്കോ. കഴിഞ്ഞോ ഓൻ്റെ ഇതൊരു മീനാണ് പട്ടം കണ്ടിട്ട്. എന്താണ് എന്താണ് പോലെ ഇരിക്കേ വേണ്ട അവിടെ ഇരിക്കണ്ട. എന്താ തിന്നേ? ഞാൻ ആദ്യമായിട്ടാണ് ബീച്ച് വന്നിട്ട് ഇത്രയും മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കാണുന്നത് കേട്ടോ. എന്തായാലും ഞങ്ങൾ ഒരു 1/2-3 മണിക്കൂർ ചുറ്റിയിട്ടുണ്ടെങ്കിലും ഒരു വിധത്തിൽ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്ത് അങ്ങനെ ഇറങ്ങി കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇറങ്ങി പോന്നു. ഏജോ നമ്മളെവിടെ ഇറങ്ങി? എന്താ കണ്ടത്? എന്താ മണലോ അതിലെവിടെയൊക്കെ എന്താ നമ്മൾ കണ്ടത്? നമ്മളെന്താ കണ്ടത്? മുഞ്ഞനെ കണ്ടോ? ഇല്ല കണ്ടല്ലോ. കണ്ടില്ലേ? നമ്മൾ പോവാ, വീട്ടിലേക്ക് പോവാ. ഇത് പോവല്ലേ? നമ്മളിതാ തിരിച്ചു പോകാനുള്ള പരിപാടി വെക്കുകയാണ്. അവരെന്താ ഒപ്പിലിട്ടത് വാങ്ങാൻ പോയിരിക്കുകയാണ്. ഇപ്പോഴും നല്ല തിരക്കിന് കണ്ടില്ലേ? വണ്ടിയൊക്കെ അടുത്തടുത്തിട്ട് ഒരുപാട് തിരക്കുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട്. ശനി ഞായറായിട്ടായിരിക്കും. തിന്നടാ ഇജുണ്ടോ? അപ്പം ഞങ്ങൾ യാത്രയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. നല്ല ക്ഷീണമുണ്ട്, ഒന്ന് കുളിച്ച് കിടന്നാൽ മതി എന്നായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പം നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.